അപ്പോൾ ഹായ് ഹലോ. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങളിതേ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മാലയുടെ വീഡിയോസൊക്കെ ഞങ്ങൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു അമ്പലത്തിൽ പോവാ കേട്ടോ. നമ്മുടെ ചവറ ശങ്കരമംഗലത്തുള്ള കാട്ടിൽമേക്കര ദേവീക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളവിടെ ദേ എത്തി. അവിടെ ജങ്കാറിൽ കയറിയിട്ട് വേണം പോകാൻ. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവിടുത്തെ തിരക്ക്. അവിടെ വൃശ്ചിക മഹോത്സവം നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാനും. ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ടുപോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ജങ്കാറിൽ കയറിയിട്ടാണ് പോകുന്നത്. ആമിക്കും ലച്ചുവിനും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ തിരക്കൊന്നും അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഞങ്ങൾ പിന്നെ അവിടെ ജങ്കാർ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ദൂരം നടന്ന് പോകണം. നടന്ന് സാധാരണ നമുക്ക് ഇത്രയധികം ക്യൂ നിൽക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇന്ന് നല്ല ശരിക്കും ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ. അവിടെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഞങ്ങൾ പിന്നെ അതേ തൊഴുത് കഴിഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ അമ്പലത്തിൽ മണി കെട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് അവിടുത്തെ പ്രധാന വഴിപാട്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ മണി കെട്ടുക എന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ ഞാനും ഒരു മണി കെട്ടി. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും സാധിക്കാനില്ലെങ്കിൽ പോലും ഒരു മണി ഞാനും അവിടെ കെട്ടി. പിന്നെന്താ ഞങ്ങളുടെ അവിടെ അടുത്തൊരു ബീച്ചൊക്കെ ഉണ്ട്. അപ്പം അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ദേ ആമിയുടെ മുഖം കണ്ടോ, അവൾ വാശി പിടിക്കുന്നത് ഒരു പ്രത്യേക ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ദേ കണ്ടോ, അവളുടെ കയ്യിരിക്കുന്ന ഈ സാധനം കണ്ടോ. അവൾക്ക് ചുമയും കഫവുമാണ്. എന്നിട്ട് അവൾ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചത്. വീട്ടിലെത്തുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. പിന്നെ അലച്ചുവിന് പതിവ് എന്താ പറയുക കമ്മൽ സാധനങ്ങളൊക്കെയാണ് വാങ്ങാൻ ഇഷ്ടം. അപ്പോൾ അത് അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ദേ തിരിച്ച് വീട്ടിലേക്ക് എത്തി.